തന്ത്രി സമാജം പറഞ്ഞ എന്താണെന്നറിയോ? ഞങ്ങൾ അങ്ങ് അപ്പൂപ്പന്റെ കാലം പോലെ തുടങ്ങിയതാണെന്നാണ്. നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ്, ഭരണഘടന നിലവിൽ വരുന്നതിന് മുൻപ് ഞങ്ങൾ പാരമ്പര്യമായി ചെയ്തൊരു തൊഴിലാണ്. അതുകൊണ്ട് ഏത് തന്ത്രവിദ്യാപീഠം കൊടുത്ത സർട്ടിഫിക്കറ്റിലാണെങ്കിലും അബ്രാഹ്മണ ശാന്തിമാരെ കേരളത്തിൽ അനുവദിക്കത്തില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിച്ചത്. കോടതി പറഞ്ഞത് എന്താണെന്നറിയാം? മനുഷ്യാവകാശങ്ങളെ ധ്വംസിക്കുന്ന ഒരു നടപടിയും കോടതിക്ക് അംഗീകരിക്കാനാവില്ല. ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന കോടതിക്ക് ഭരണഘടനാനുസൃതമായ അവകാശങ്ങളെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് നിരാകരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇനി നമ്മളിതൊക്കെ ചെയ്യുമ്പോ നമ്മുടെ സംസ്ഥാനത്തെ പല ക്ഷേത്രങ്ങളിലും ശാന്തിമാരെയും മേൽശാന്തിമാരെയും നിയമിക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ശബരിമലയുടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം ശബരിമലയിൽ ഇപ്പൊ പ്രശ്നങ്ങൾ നിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം നിൽക്കുമ്പോഴാണ് ഒരു കുറിയിടൽ നടത്തി, നിങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടു കാണും. ശബരിമല മേൽശാന്തി സ്ഥാനത്തേക്ക് 14 പേർ അപേക്ഷ കൊടുത്തു. ആ കുറിയിടുന്ന കലശത്തിൽ 14 കുറികളുണ്ടായി.